വള്ളത്തിന്റെ പുറത്ത് മണിക്കൂറുകൾ കിടക്കേണ്ടി വന്നുവെന്ന് വിഴിഞ്ഞം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളി റക്സി പറയുകയാണ്. രാത്രി 9:30-ക്കാണ് അപകടമുണ്ടായത്. 6:30 വരെ ബോട്ടിന് മുകളിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. സർക്കാരിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കുന്നുവെന്നും റക്സി മാതൃഭൂമി ന്യൂസിനോട്. വിഴിഞ്ഞത്ത് കടലിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ റക്സി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ബോട്ടിൽ നിന്ന് കോസ്റ്റ് ഗാർഡൊക്കെ വന്ന് രക്ഷപ്പെടുത്തി. എങ്ങനെയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ വല വലിക്കുകയായിരുന്നു. വലിച്ചപ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടോ, നമ്മളിത് വല വലിക്കുമ്പോഴേ സമയത്ത് തൂക്കിയെടുത്താൻ കളഞ്ഞു. ഞാൻ എഴിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരുന്നവരെ കാണുന്നില്ല, വള്ളവും കാണുന്നില്ല. അങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോഴൊരു 10-12 അടി അപ്പുറത്ത് വെള്ളം കിടക്കുന്നു. പിന്നെ ഞാനവിടെ നീന്തി വരുമ്പോഴത്തേക്ക് ഇവരെ ഞാൻ പിടിക്കാൻ നോക്കി. ഇവരൊക്കെ 2 ഒഴുകി കിടക്കുന്നു. ഞാൻ വന്ന് വള്ളത്തിൽ കയറാൻ നോക്കി. എങ്ങനെയും സുരക്ഷിതമായിട്ട് ഇങ്ങനെ കയറിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവർ 2 പിടിക്കാൻ വേണ്ടി പോയി പിടിച്ച് വള്ളത്തിൻ്റെ പുറത്ത് വള്ളത്തിൻ്റെ പുറത്ത് കാറ്റിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് എല്ലാ സാധനവും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതെന്തായാലും ആപത്ത് തന്നെ, എന്തായാലും ഇരിക്കാം, വള്ളത്തിൻ്റെ പുറത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്ക് തിര അടിക്കും, ഒഴുകി പോകും, വീണ്ടും കയറി അങ്ങനെ നമ്മൾ ജീവൻ രക്ഷപ്പെടുത്തി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു വള്ളക്കാരനെ വിളിച്ച് വരുന്നില്ല. അപ്പോൾ രാത്രി 9:20 സംഭവിച്ചത്. 9:30 ഈ 3 കയറിയിരിക്കുകയാണ് തണുപ്പത്ത്. വെള്ളം മഴയും കാറ്റും എല്ലാം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് തൂക്കി എടുത്ത് എറിയുന്നതിൽ കിട്ടിയ മുറിവുകളാണ് ഈ കാല് പിന്നെ നെഞ്ചിലേക്ക് അടികളൊക്കെ ഒരുപാട് കിട്ടി. നീരൊക്കെ ഉണ്ടല്ലോ അല്ലേ? നീര് അങ്ങനെ നമ്മൾ അടിയുണ്ട്, നെഞ്ചിലൊക്കെ അടിയുണ്ട്, ശ്വാസം വിടാനൊക്കെ വെക്കൂല. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവശനായി. രാത്രി സംഭവിച്ചല്ലേ, നേരം വെളുക്കാറായി. നോക്കിയപ്പോഴേക്കും ഒരു ബോട്ട് എവിടുന്നോ വരുന്നു. ആ ബോട്ടുകാരൻ വന്ന് ഞങ്ങളെ എങ്ങനെയോ കയറ്റി ബോട്ടിൽ കയറ്റിയിട്ട് ഉടനെ ചായ ഇട്ട് തന്ന് അവർക്ക് 100 ആയുസായിരിക്കണം എപ്പോഴും. കാര്യം അത്രയും വേണ്ടി നമുക്ക് ഉപകരിച്ച് നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്തിയ അവർ 3 പേരും. ഇപ്പൊ ഈ ബോട്ടിന്റെ അവസ്ഥ എന്താ? അത് നേരെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഒരു തുണ്ട് സാധനം പോലും അതൊന്നും കിട്ടിയിട്ടില്ല. ശരീരത്തിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? അവസ്ഥ എന്ന് പറഞ്ഞാൽ തീരെ അനങ്ങാൻ വയ്യാതെയായി. വയ്യെന്ന് പറഞ്ഞാൽ ഇപ്പോഴ് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി 5 ദിവസം കിടക്കണം. അതിന് നോക്കിയപ്പോൾ ഇവിടെ ഇല്ല, പൈസ ഒന്നും ഇല്ലാത്തതാണ് നമ്മളിങ്ങനെ ഈ അവസ്ഥയിൽ പോണത്. കടലിൽ കഴിച്ചുകൂട്ടിയ അനുഭവം, ഒപ്പം തന്നെ അവർക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ബോട്ട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സഹായം അതെല്ലാമാണ് റക്സി അടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. സജീവ്കുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.